എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞിട്ട് പിരിയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ ദാമ്പത്യ ജീവിതം നയിച്ചത് 25 കൊല്ലമായിരുന്നു. 25 വർഷമാണ് അല്ലാഹുവിന്റെ റസൂലും തന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിച്ചത്. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിനാൽ പണിത ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തിനാണ് അല്ലാഹു കൊടുക്കുന്നതെന്നറിയുവോ? 25 കൊല്ലം തന്റെ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുക്കുന്ന പ്രതിഫലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവിനും നല്ലതുപോലെ പഠിക്കാനുള്ള ചരിത്രമാണ്. അല്ലാഹുവേ, ഖദീജ ബീവിക്ക് 65 വയസ്സായി, പടുവൃദ്ധയായി, കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് ഖദീജ ബീവി കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്ത് പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അവസാനം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ. 25 കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയില് എപ്പോഴെങ്കിലും ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഓരോ രാത്രിയും ചോദിക്കണം പെങ്ങള്, ഓരോ രാത്രിയും ചോദിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണിതാ നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. പ്രവാചകന് കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ഇരുന്ന് കരയുകയാ. എന്താണ് നബിയേ, എന്തിനാ കരയുന്നത്? ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നിന്നെ കുറിച്ച് പറയാ ഒരു ന്യൂനതയുമില്ല ഖദീജ. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ ഒരു ന്യൂനതയില്ലായിരുന്നു. നിങ്ങളെ ജീവിതം അങ്ങനെയാകണം പൊന്നുമോളെ, ജീവിതം അങ്ങനെയാകണം പൊന്നുമോളെ. റസൂലുള്ളാഹി പറയുന്നു, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുകയാണോ ഖദീജ? അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ. 65 വയസ്സുള്ള ഭാര്യ തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അതാ ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ നബിയേ? എനിക്ക് 3 ആഗ്രഹം കൂടെയുണ്ട്, ഒന്ന് സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, എന്താണ് നിന്റെ ആഗ്രഹം? എന്താ യാ റസൂലല്ലാഹ്?
മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ് നബിയേ. രണ്ടാമതായി പറയുകയാ, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ് നബിയേ. എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും എപ്പോഴും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ പുതപ്പ് കൊണ്ട് വേണം എന്റെ ജനാസ പൊതിയാ. എന്റെ കഫം തുണിക്കകത്ത് ഈ പുതപ്പ് വെക്കണം നബിയേ. ഒരു ഭർത്താവിനോട് കരഞ്ഞുകൊണ്ട് അവസാനം യാത്ര പറയുന്ന സമയത്തൊരു ഭാര്യ പറയുകയാ, എന്റെ മയ്യത്ത് പച്ച മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാണ് യാ റസൂലല്ലാഹ്. ഭാര്യ 3 വസിയത്താണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. ലോകത്തേതു ഭാര്യയ്ക്കായി ഭാഗ്യം കിട്ടുക, ആർക്കാ ധൈര്യമുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂല് തന്റെ ഖദീജാന്റെ മയ്യത്ത് കുളിപ്പിച്ച പെങ്ങള് കഫം പൊതിയ സമയമായപ്പോ പുതപ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് ചുംബിക്കുകയോ. പുതപ്പെടുത്ത് ചുംബിച്ചിട്ട് ആ പുതപ്പാണ് ഖദീജാന്റെ കഫൻ തുണിക്കകത്ത് വെച്ചത്. 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ, തന്റെ 25 കൊല്ലം താങ്ങും തണലുമായി നിന്ന ഖദീജ, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാ. എന്നിട്ട് റസൂലുള്ളാഹി കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് ലോകത്തിന്റെ നേതാവെന്ന ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണുനീരൊഴുകുകയാ. പെങ്ങളെ, കൊതിക്കണം പൊന്നുമോളെ, ഇതുപോലെ ഒരു ജീവിതം നിനക്ക് കിട്ടാറ്, ഒരു ജീവിതം നിനക്ക് കിട്ടാ. പള്ളിക്കാട്ടില് കൊണ്ടുപോയിട്ട് നിന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് നിന്റെ ഭർത്താവ് കരയണം, എന്നെ കൊണ്ട് കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവളുടെ നെഞ്ചിന്റെ മുകളിൽ ഒരു പിടി മണ്ണ് വാരിയെറിയാ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നിന്റെ ജീവിതം നീ മാറ്റിയെടുക്കണം പെങ്ങള്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ വയസ്സാം കാലത്ത് ഇനി തമ്മിലടിച്ച് തീർക്കല്ലേ, ശത്രുക്കളെ പോലെ കടന്ന് പോരാടല്ലേ, വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് സ്നേഹിക്കൂ വാപ്പാ. സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം ഈ പറഞ്ഞ രീതിയിൽ നിനക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പോകാ. പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ കടന്ന് സുഖിക്കാൻ കഴിയുമെന്ന് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു ജീവിതമാണ്. അങ്ങനെ ശത്രുക്കൾ വല്ലാതെ, അവരുടെ ഉപദ്രവങ്ങൾ വല്ലാതെ കൂടുകയാണ്. നിബിധങ്ങൾ പ്രബോധനം തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഖുറൈശികൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. പടച്ചവനെ, നിബിധങ്ങളെ ഉപരോധിക്കുകയാണ്, നിബിധങ്ങളെ നാടുകടത്താ തീരുമാനിക്കുകയാണ്. ഒരാളും നിബിധങ്ങളെ സഹായിക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, അവരുടെ വീട്ടിൽ പോകരുത്, അവര് നിങ്ങളെ കാണരുത്, അവരുമായൊരു ബന്ധവും പുലർത്തരുത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് എല്ലാവരും ഉപരോധിക്കുകയാ. നബിതങ്ങളും അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ റുഖിയ ബീബി, ഉമ്മു കുൽസൂം, ഫാത്തിമ ബീബി, പടച്ചവനെ ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് പടച്ചവനെ 3 കൊല്ലം അവിടെ താമസിക്കുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, ഒരാളും നബിതങ്ങളുടെ കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ല. ശഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലല്ലാ
എല്ലാവരും പട്ടിണിയാ, കഴിക്കാ ഭക്ഷണമില്ല, പ്രയാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഒരാളും കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വാപ്പാടെ മുമ്പിൽ ചെന്നിട്ട്, വാപ്പാ എനിക്ക് വിശക്കുന്നു വാപ്പാ. തന്റെ ഉപ്പാടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാറ് ആ 6-7 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ, പടച്ച റബ്ബേ, നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാൻ ചെല്ലുമ്പോ ഫാത്തിമ ബീബി കാണുന്ന രംഗം എന്തെന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ഇലകടിച്ചു കൊണ്ടിരിക്കുകയാ. ഉപ്പാ വിശക്കുന്നു എന്ന് പറയുമ്പോ നബിതങ്ങൾ കഴിക്കുന്നത് വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളും കുടുംബവും വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖദീജ, നീ നിന്റെ വീട്ടിൽ പോ ഖദീജ. ആരാണ് ഖദീജ എന്നറിയോ? നിങ്ങളെ ഖദീജയുടെ സമ്പത്തിന്റെ വലുപ്പം എത്രയെന്നറിയോ? കോടീശ്വരിയായിരുന്നു ഖദീജ. ഖദീജ കോടീശ്വരന്റെ മകളായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. ആ ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇലകടിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ കിടക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ. നിനക്ക് ദുഃഖം എന്തെന്നറിയില്ല, പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല. കാരണം നീ കൊട്ടാരത്തിൽ ജീവിച്ചവളാ, ഒരുപാട് സമ്പത്തിന്റെ നടുവില് ജീവിച്ചവളാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖദീജ, മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അള്ളാന്റെ റസൂല് ഖദീജ ബീവിയോട് പറയുകയാ, പായിപ്പാടുള്ള പെങ്ങന്മാരെ, ഇത് നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ മനസ്സില്ലാത്ത പെങ്ങൾക്ക് പഠിക്കാനുള്ളതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയോട് പറയുകയാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ, നിനക്കതാ ദുഃഖവും ദുരിതവും എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഖദീജ, ഈ മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാ അള്ളാന്റെ റസൂൽ ഇത് പറയുന്നത്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ഖദീജ ബീബി പറയുകയാ, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, ഇനി മരിക്കുകയാണെങ്കിലും ഈ ഖദീജയുണ്ട് നബിയേ, മരിക്കുകയാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട് നബിയേ. ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടു വളർന്ന മകളാ ഫാത്തിമ. ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ടു വളർന്ന ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ 3 കൊല്ലമാ, 3 ദിവസമല്ല, 3 ആഴ്ചയല്ല, 3 മാസമല്ല, പടച്ചവനെ 3 കൊല്ലമാണ് നിബിധങ്ങളും കുടുംബവുമാ മലഞ്ചെരുവിൽ കിടന്നത്. പടച്ചവനെ വല്ലാത്ത തേങ്ങലായിരുന്നു. സ്വഹാബത്ത് പറയുന്നുണ്ട്, വല്ലാത്ത ഞെരുക്കമായിരുന്നു. അവര് ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ശൈബ് അബീ താലിബിൽ നിന്ന് നബിതങ്ങളും കുടുംബവും രക്ഷപ്പെടുകയാണ്. പിന്നെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ,
അള്ളാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും മക്കളും വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 15 വയസ്സായി. ഫാത്തിമയുടെ പ്രായം 15 ആയി. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സായി. 15 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞുമോള് കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഉമ്മയതാ കുളിച്ചൊരുങ്ങിയിട്ട് വാപ്പാടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫാത്തിമ ബീവി നോക്കുമ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുള്ള ഫാത്തിമ ആയിഷ ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഖദീജ ബീവി നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഖദീജ ബീവി വല്ലാതെ തളർന്നു പോയി. 3 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഖദീജ ബീവിക്ക് രോഗം പിടിപെടുകയാണ്. ഒരുപാട് പ്രയാസമായി. മരണത്തിന്റെ സമയമായി. സക്കറാത്തിന്റെ അവസ്ഥയായി. ഉപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണിച്ചിട്ട് നബി തങ്ങളോട് ഖദീജ ബീവി പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാ. ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാ. തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെ കാണിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, ആ മരണമടുത്തിരിക്കുന്ന സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ നബി തങ്ങളോട് പറയുകയാ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. എന്റെ മകൾക്കൊരു കുറവ് വരുത്തരുത്. എന്റെ ഫാത്തിമയ്ക്കൊരു കുറവ് വരുത്തരുത്. അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിനോട് ഖദീജ എന്ന ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലരുത്, എന്റെ പൊന്നുമോളെ തല്ലരുത്. ഫാത്തിമ ബീവിയെ കാണിച്ചു കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മകളെ തല്ലാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ തന്റെ ഭർത്താവിനോട് ഖദീജ ബീവി പറയുകയാ, ഒരു ഉമ്മയുടെ സഹായം, ഒരു ഉമ്മയുടെ കൂട്ടുവേണ്ട സമയമാണ് ഫാത്തിമയ്ക്ക്. അപ്പോഴാണ് ഫാത്തിമ ബീവി, ഖദീജ ബീവി പട്ടിണി കിടന്നിട്ട് രോഗം പിടിച്ചു. 3 കൊല്ലം പട്ടിണി കിടന്നു, ഇലകൾ കഴിച്ചു, ഒരുപാട് രോഗമായി. 65-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ, ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവിനോട് പറയുകയാ, എന്റെ മകളെ നോക്കിക്കൊള്ളണം, എന്റെ മകളെ പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തരുത് എന്റെ ഫാത്തിമാനെ. എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു, തല്ലരുത് എന്റെ ഫാത്തിമയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാ നമ്മളും മനസ്സിലാക്കേണ്ടത്. അത് തന്നെ, കല്യാണം കഴിക്കും പള്ളിക്കകത്ത് വന്നിട്ട്, ആണുങ്ങൾ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻകഹതുക ബിന്ദി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. എന്താ ഈ പറയണതിനർത്ഥം? എടാ, 18ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകളെ നീ കൊടുക്കുന്ന മഹറിന് പകരം നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ ആ വാപ്പായും പറയുന്നത്, എന്റെ മോളെ തല്ലല്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറയണേ? എന്താ പറയണേ? എന്ത് ചെയ്യരുതെന്ന്? തല്ലരുതെന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ അല്ലേ, അത് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മള് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗത്തിനകത്ത്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന വല്ല സമയം ഉണ്ടോന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഇപ്പൊ 28 കേസം കണ്ടായില്ലേ? 28 കേസായി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതായത് ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാ. എവിടെ എന്തെങ്കിലും പറയും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റൂല. എന്ത് പറഞ്ഞാലും പടച്ചവൻ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളും പറയുന്ന എന്താ? ഒരു വാപ്പ പറയുകയാ, എന്റെ മകള് മലക്കൊന്നുമല്ല, ഞാൻ 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം പോറ്റി വളർത്തി എന്റെ മകള്, അവളെല്ലാം
എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയാപ്പളയോട് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഉപദേശിക്ക്, നീ അവളെ ഉപദേശിക്ക്, നീ ക്ഷമിക്ക്, തല്ലല്ലേ കൊല്ലല്ലേ എന്നാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചിട്ട് ഖദീജ ബീബിയും പറഞ്ഞത് നബിതങ്ങളോട്, എൻ്റെ മകളെ തല്ലരുത്, എൻ്റെ മകൾക്കൊരു കുറവും വരുത്തരുത്, എൻ്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉമ്മാടെ കയ്യിൽ ആകെ ഉള്ളതൊരു ഒരു മാലയാണ്. ഫാത്തിമ ബീബി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ കിടന്ന ആകെയുണ്ടായിരുന്ന ഒരു മാലയെടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉമ്മാനെ ഓർമ്മ വന്നാൽ, ഈ ഉമ്മച്ചിയെ ഓർമ്മ വന്നാൽ, നിന്റെ മനസ്സു വേദനിച്ച, നിനക്ക് സങ്കടം വന്ന, ഈ മാലയെടുത്ത് ചുംബിച്ചാ മതി ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഉമ്മ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? മോളെ, നിനക്കൊരുപാട് സ്വർണം വാങ്ങി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. അവസാനമാകെയുണ്ടായിരുന്ന മാലയെടുത്ത് ഖദീജ ബീബി തന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, സൂക്ഷിച്ചു കൊള്ളണം, ഈ മാല നീ കളയരുത്, ഈ മാല നീ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് അതാ ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പാടെ മടിത്തട്ടിൽ കിടന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് 65-ാമത്തെ വയസ്സിൽ ചുടുചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ, നബിതങ്ങളെ തകർന്നു പോയി, അല്ലാഹുവിന്റെ റസൂല് തളർന്നു പോയി. ഖദീജ ബീവിയുടെ മരണം നബിതങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ഫാത്തിമയ്ക്കറിയാ, ഉമ്മ ഖദീജയോട് വല്ലാത്ത സ്നേഹമാ. വാപ്പയുടെ ജീവനായിരുന്നു ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തകർക്കുകയാ, അള്ളാന്റെ റസൂലിനെ വല്ലാതെ തളർത്തുകയാ. നിബിതങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പടച്ചവനെ, നിബിതങ്ങള് ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തിക്കണം പെങ്ങളെ, ചിന്തിക്കണം യുവതകൾ, ഇന്നത്തെ യുവതലമുറ ചിന്തിക്കാൻ പഠിക്കുകയാ. അതാ ഉമ്മ മരിച്ചു പോയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്തിരിക്കുന്ന വാപ്പാടെ ചാരത്ത് ചെന്ന് ഫാത്തിമ എന്ന ചെറിയ മകള് ചോദിക്കുന്നു, എന്തു പറ്റി വാപ്പാ? ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ, ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. ഉപ്പാനൊരു കുറവും വരുത്തിയില്ല. ഉമ്മ മരിച്ച വേദനയിൽ ആ പൊന്നുമോള് തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നബിതങ്ങളെന്ന പിതാവിനെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബിതങ്ങള് പറഞ്ഞത്, ഉമ്മു അബീഹാ, ഫാത്തിമയെ വിളിച്ചത് ഉമ്മു അബീഹ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. നബിതങ്ങള് ഫാത്തിമയെ വിളിക്കുന്നത് വാപ്പാടെ ഉമ്മയെന്ന. കാരണം ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷം നബിതങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ, നബിതങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ. കരയുന്ന മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ, സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നത് പോലെ, പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ കച്ചവടം തകർന്നു പോകുമ്പോ, പടച്ചവനെ, സാമ്പത്തിക നഷ്ടം വരുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ വല്ലാത്ത ദുഃഖം വരുമ്പോ, പാതിരാത്രി വീടിന്റെ ഹാളിനകത്ത് ലൈറ്റ് അണച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മുടെ മുഖമൊന്ന് വാടിയാ, നമ്മള് സങ്കടത്തോടെ ഇരുന്ന അമ്മ വന്നിട്ട് ചോദിക്കും, എന്തു പറ്റിയടാ മോനെ,
എന്ത് പറ്റി മോനെ? നമ്മുടെ ഉമ്മ വന്ന് സമാധാനിപ്പിച്ച മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാ. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഭാര്യ മരിച്ച വേദനയിൽ ഇരിക്കുമ്പോ സ്വന്തം മകള് ചെന്നിട്ട് ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഫാത്തിമ ബീവി ചെന്നിരുന്നിട്ട് ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ.